ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designing in the Proudy, Gayatri Designs. Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center, Kattapana, Thodupuzha. നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതി പാളി. ഇടുക്കിയിൽ മാത്രം 100 കണക്കിന് കുടുംബങ്ങളിൽ ഇനിയും വൈദ്യുതി എത്തിയിട്ടില്ല. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ 1 വർഷം പിന്നിടുമ്പോൾ കേരള ജനത വറചട്ടിയിൽ വീണ അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നതെന്ന് മുൻ MLA അഡ്വക്കേറ്റ് EM അഗസ്തി. റേഷൻ കടയിൽ നിന്നും അനധികൃതമായി കടത്താൻ ശ്രമിച്ച റേഷനരി വണ്ടിപ്പെരിയാറിൽ പിടികൂടി. 48 ചാക്ക് റേഷനരിയാണ് പിടികൂടിയിരിക്കുന്നത്. കല്ലാർ പാലം 30-ാം തീയതി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതി പാളി. ഇടുക്കിയിൽ മാത്രം 100 കണക്കിന് കുടുംബങ്ങളിൽ ഇനിയും വൈദ്യുതി എത്തിയിട്ടില്ല. സംസ്ഥാനത്താകമാനം ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ വൈദ്യുതി എത്തിക്കാതെയാണ് കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത്. കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന പദ്ധതിയാണ് പാളിയത്. ആദിവാസികൾ ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇനിയും വൈദ്യുതി എത്തിക്കുന്നതിന് കഴിയാത്ത സാഹചര്യം നിലനിൽക്കെയാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മനയത്തടം, മക്കുവള്ളി, കൈതപ്പാറ മേഖലകളിൽ മാത്രം 100-ൽ പരം കുടുംബങ്ങളിൽ വൈദ്യുതി ഇനിയുമില്ല. വനം വകുപ്പിന്റെ തടസ്സവാദമാണ് വൈദ്യുതി എത്തിക്കുന്നതിന് കഴിയാത്തതിന് പ്രധാന കാരണം. കൂടാതെ ഇടമലക്കുടിയിലും പൂർണ്ണത കൈവരിച്ചിട്ടില്ല. വർഷക്കാലം പിന്നിട്ട് വാൾത്താമസം തുടങ്ങിയിട്ട്, എന്നാൽ നമുക്ക് നാളിതുവരെയായി അവിടെ വൈദ്യുതീകരണം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും വലിയൊരു സങ്കടം നമുക്ക് കഴിഞ്ഞ ദിവസം അടിമാലിയിലെ വൈദ്യുതീകരണവുമായി ബന്ധപ്പെട്ട് സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രദേശത്ത് ഒരു കുടുംബങ്ങൾക്ക് പോലും വൈദ്യുതി എത്തിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. വനം വകുപ്പ് തടസ്സം സൃഷ്ടിക്കുന്നിടത്ത് സൗരോർജ്ജ പദ്ധതി പോലും പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞിട്ടുമില്ല. സംസ്ഥാനത്തെ വയനാട്, പത്തനംതിട്ട, കാസർഗോഡ്, പാലക്കാട്, ഇടുക്കി ജില്ലകളിലും 100 കണക്കിന് കുടുംബങ്ങൾക്ക് വൈദ്യുതി ഇനിയും കിട്ടാക്കനിയാണ്. വയനാട് ജില്ലയിൽ ചീരാൽ, കുടുക്കി, നന്ദ്യാർകുന്ന്, നെന്മേനിക്കുന്ന്, മുത്തങ്ങ ഉൾപ്പെടെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ പടിക്ക് പുറത്തിരുത്തിയാണ് സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന പൊള്ളയായ പ്രഖ്യാപനം നടത്തുന്നത്. ഈ മാസം ഔദ്യോഗിക പ്രഖ്യാപനം വരുമ്പോൾ അവശേഷിക്കുന്നത് ആദിവാസി മേഖലകൾ കേരളത്തിന്റെ ഭാഗമല്ലേ എന്ന ചോദ്യമാണ്. ബിജു വൈശൻപറമ്പിൽ, ഇടുക്കി വിഷൻ, ഇടുക്കി. റേഷൻ കടയിൽ നിന്നും അനധികൃതമായി കടത്താൻ ശ്രമിച്ച റേഷനരി വണ്ടിപ്പെരിയാറിൽ പിടികൂടി. 48 ചാക്ക് റേഷനരിയാണ് പിടികൂടിയിരിക്കുന്നത്. സംഭവത്തിൽ 6 പേരെയും അരി കടത്താൻ ഉപയോഗിച്ച മിനി വാനും കസ്റ്റഡിയിലെടുത്തു. വണ്ടിപ്പെരിയാറിൽ റേഷൻ കടയിൽ നിന്നും അനധികൃതമായി കടത്താൻ ശ്രമിച്ച 48 ചാക്ക് റേഷനരി പിടികൂടി. സംഭവത്തിൽ 6 പേരെയും അരി കടത്താൻ ഉപയോഗിച്ച മിനി വാനും പോലീസ് കസ്റ്റഡിയിലുമെടുത്തു. വണ്ടിപ്പെരിയാർ നേച്ചേരി വീട്ടിൽ രവി, പശ്ചിമല ഷാജി ഭവനിൽ സന്തോഷ് കുമാർ, പശ്ചിമല പ്രണവ് ഭവനിൽ പ്രസാദ്, കോട്ടയം വെള്ളൂർ ത്രയാട്ട് വീട്ടിൽ അഫ്സൽ, പത്തനംതിട്ട ഏഴുമറ്റൂർ വീട്ടിൽ രതീഷ് കുമാർ, മഞ്ജുമല സ്വദേശി ശിവകുമാർ എന്നിവരെയാണ് വണ്ടിപ്പെരിയാർ SI വിജിത്ലാലും സംഘവും പിടികൂടിയത്. ബുധനാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് സംഭവം. രവിയുടെ വീടിനോട് ചേർന്നുള്ള മുറിയിലെ രഹസ്യ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന റേഷനറി കടത്തുന്നതായി SIക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന അരി പിടികൂടിയത്. 48 ചാക്കരിയിൽ 42 എണ്ണം പ്ലാസ്റ്റിക് ചാക്കിലും 6 ചാക്ക് ചണച്ചാക്കിലുമായിരുന്നു. വണ്ടിപ്പെരിയാറിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിലെ വിപണികളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അരിയാണ് ഇതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇടുക്കി വിഷൻ, കുമളി. കല്ലാർ പാലം 30-ാം തീയതി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. 1 വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച പാലമാണ് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുന്നത്. കല്ലാർ പാലത്തിന്റെ ഉദ്ഘാടനം 30-ാം തീയതി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ നിർവഹിക്കും. പ്രദേശവാസികളുടെ ദശാബ്ദങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് കുമളി മൂന്നാർ റോഡിൽ നെടുങ്കണ്ടം ടൗണിന് 2 കിലോമീറ്റർ മുമ്പായി കല്ലാർ പുഴയ്ക്ക് കുറുകെ പുതിയ പാലം പൂർത്തിയാവുന്നത്. ഇവിടെയുണ്ടായിരുന്ന 50 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പാലം പൊളിച്ചു നീക്കി ഇതേ സ്ഥലത്താണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. നബാർഡിന്റെ സഹായത്തോടെ 3,63,00,000 രൂപ ചെലവിൽ
11.5 മീറ്റർ വീതിയിലും 47.28 മീറ്റർ നീളത്തിലും 1.5 അടി വീതം ഇരു സൈഡിലും ഫുട്പാത്തുകളോടും കൂടിയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇരുവശങ്ങളിലും അപ്രോച്ച് റോഡുകളും നിർമ്മിച്ചിട്ടുണ്ട്. പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുന്നതോടെ മേഖലയിലെ യാത്രാ ദുരിതത്തിന് വലിയ തോതിൽ പരിഹാരമാകും. ദശാബ്ദങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പാലം അപകടാവസ്ഥയിലായതോടെയാണ് പുതിയ പാലം നിർമ്മിക്കുവാൻ തീരുമാനിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഗതാഗത സാഹചര്യങ്ങൾക്ക് അനുസൃതമായാണ് പാലം നിർമ്മിച്ചിരുന്നത്. ഒരു സമയം ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള ഗതാഗതമേ നടന്നിരുന്നുള്ളൂ. മേഖലയിലുള്ള വാഹനങ്ങൾ അധികരിച്ചതോടെ പാലത്തിന്റെ വലിപ്പം വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇതോടെ പുതിയ പാലം നിർമ്മിക്കുകയായിരുന്നു. പാലം പൊളിച്ചതോടെ കല്ലാറിൽ നിന്നും നെടുങ്കണ്ടത്തേക്കുള്ള ഗതാഗതം താന്നിമൂട് പാലം വഴിയാണ് തിരിച്ചുവിട്ടത്. നിലവിൽ ശോചനാവസ്ഥയിലുള്ള താന്നിമൂട് റോഡിലൂടെയുള്ള ഗതാഗതം ദുഷ്കരമാണ്. സ്കൂൾ സമയത്ത് വൻ ഗതാഗതക്കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പുതിയ പാലം തുറന്നു കൊടുക്കുന്നതോടെ തേക്കടി മൂന്നാർ മേഖലകളിൽ നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഇത് ഗുണകരമാകും. പാലത്തിന്റെ ഉദ്ഘാടനം 30-ാം തീയതി രാവിലെ 10 മണിക്ക് കല്ലാർ ചേരുന്ന യോഗത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി എം മണി അധ്യക്ഷത വഹിക്കും. ജോയ്സ് ജോർജ് എം പി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി സ്വാഗത സംഘ രൂപീകരണ യോഗം കല്ലാറിൽ നടന്നു. യോഗത്തിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജ്ഞാനസുന്ദരം, വൈസ് പ്രസിഡന്റ് റാണി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജി ഗോപകൃഷ്ണൻ, PN വിജയൻ, PK സദാശിവൻ, NK ഗോപിനാഥൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, PWD അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ 1 വർഷം പിന്നിടുമ്പോൾ കേരള ജനത വറച്ചട്ടിയിൽ വീണ അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നതെന്ന് മുൻ MLA അഡ്വക്കേറ്റ് EM അഗസ്തി. UDF ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നടന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1-ാം വാർഷികാഘോഷം നടക്കുമ്പോൾ തന്നെ CAG റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് വന്നിരിക്കുന്നത്. പദ്ധതികൾ പൂർത്തീകരിക്കാൻ സമയം നീട്ടിക്കൊടുത്തിട്ടും സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിന് ശുഷ്കാന്തി കാണിക്കാത്തതിലൂടെ വ്യക്തമാകുന്നത് ഭരണത്തിലെ വീഴ്ചയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം സാധാരണക്കാരുടെ സ്വൈര്യജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. പോലീസ് അതിക്രമങ്ങൾ തുടർക്കഥയായി മാറുകയാണ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് കള്ളക്കണ്ണീരൊഴുക്കിയവർ അധികാരത്തിലെത്തിയപ്പോൾ കേരളം സ്ത്രീപീഡകരുടെ പർദീസിയായി മാറി. രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടർക്കഥയാവുകയും മോഷണവും പിടിച്ചുപറിയും ഗുണ്ടാവിളയാട്ടവും വ്യാപകമായി ചെയ്തപ്പോൾ ദിവസം തോറും പോലീസിനെ ന്യായീകരിക്കേണ്ട ഗതികേടിലായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. UDF സർക്കാർ കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി ദേശീയ രംഗത്ത് പോലും പ്രശംസ നേടിയിരുന്നുവെങ്കിലും LDF സർക്കാർ ഇതിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണെന്നും അഗസ്തി പറഞ്ഞു. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഐക്യജനാധിപത്യത്തിലൂടെ ഈ ഗവൺമെന്റ് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. CT ചെമ്പത്തെ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അനുസ്മരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി കുടിപ്പക തീർക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടമില്ലാത്തവരെയെല്ലാം കൊന്നൊടുക്കുന്ന ആ രാഷ്ട്രീയ കാപാലിക തന്ത്രം അത് പരീക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ കുറ്റവാളികളെ കണ്ടുപിടിക്കാനും അവരെ അറസ്റ്റ് ചെയ്യാനും ജയിലിലടയ്ക്കാനും അവർക്ക് വിചാരണ നേടാനുമുള്ള സാഹചര്യം ഐക്യജനാധിപത്യം വേണ്ടി ഗവൺമെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 1 വർഷത്തിനകം കേരളത്തിലെ ഗവൺമെന്റ് മുഖമുദ്ര എന്ന് പറഞ്ഞ രാഷ്ട്രീയ കൊലപാതകങ്ങൾ 25 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് 1 വർഷത്തിൽ കേരളത്തിൽ ഉണ്ടായത്. അതിൽ ഏറ്റവും അധികം രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായത് ബഹുമാനായ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിയോജകമണ്ഡലം ധർമ്മടം നിയോജകമണ്ഡലത്തിലാണ് എന്നതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. UDF നിയോജക മണ്ഡലം ചെയർമാൻ ജോണി കുളമ്പള്ളി പരിപാടികൾക്ക് അധ്യക്ഷത വഹിച്ചു. കൺവീനർ MK നവാസ്, നേതാക്കളായ ജോർജ് ജോസഫ് ഇടവൻ, AP ഉസ്മാൻ, തോമസ് രാജൻ, ആഗസ്തി അഴകത്ത്, അഡ്വക്കേറ്റ് KJ ബെന്നി, G രാജു, MD അർജുനൻ, ജോസ് ഊരക്കാട്ടിൽ, മനോജ് മുരളി, ശശി കണ്യാലിൽ, TN ബിജു, PK രാമകൃഷ്ണൻ, സിജു ചക്കുമുട തുടങ്ങിയവരും പരിപാടിയിൽ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. LDF സർക്കാരിന്റെ 1-ാം വാർഷിക ദിനത്തിൽ UDFന്റെ നേതൃത്വത്തിൽ തൂക്കുപാലത്ത് പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. EM അഗസ്തി XMLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒന്നും ശരിയാകാത്ത 1 വർഷം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് UDFന്റെ നേതൃത്വത്തിൽ സർക്കാരിന്റെ 1-ാം വാർഷിക ദിനത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ 140 നിയോജകമണ്ഡലങ്ങളിലും സർക്കാരിന്റെ ഭരണപരാജയം ചൂണ്ടിക്കാട്ടി ജനകീയ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിരുന്നു. ജില്ലയിൽ 5 കേന്ദ്രങ്ങളിലാണ് UDF പ്രകടനവും പൊതുസമ്മേളനവും നടത്തിയത്. ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലെ പരിപാടി തൂക്കുപാലത്ത് നടന്നു. പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മുൻ MLA EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ UDF നിയോജകമണ്ഡലം കൺവീനർ EK വാസു അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം ശ്രീമന്ദര ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. RSP നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി MS ഷാജി, DCC വൈസ് പ്രസിഡന്റ് KR സുകുമാരൻ നായർ, ജനറൽ സെക്രട്ടറിമാരായ സേനാപതി വേണു, G മുരളീധരൻ, CS യശോധരൻ, കേരള കോൺഗ്രസ് ജേക്കബ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോസ് ചിറ്റടി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശിവപ്രസാദ് തണ്ണിപ്പാറ, മിനി ടോമി കരിയലക്കുളം, കോൺഗ്രസ് നെടുങ്കണ്ടം ബ്ലോക്ക് പ്രസിഡന്റ് ഷാജി പുള്ളോലി, അജേഷ് മണികണ്ഠൻ, അഗസ്റ്റിൻ കുരുമണ്ണ്, ജോയി ഉലഹന്നാൻ, മോളി മൈക്കിൾ, സിന്ധു സുകുമാരൻ നായർ, രേണുക ഗോപാലകൃഷ്ണൻ, ശ്യാമള വിശ്വനാഥൻ, ടോമി കരിയലക്കുളം തുടങ്ങിയവർ പ്രസംഗിച്ചു. UDFന്റെ പ്രതിഷേധ പരിപാടിക്കായി തൂക്കുപാലത്ത് സ്റ്റേജ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ഓട്ടോറിക്ഷ ഡ്രൈവറെ CPM പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. തൂക്കുപാലം കണ്ണന്താനം ഷാജിക്കാണ് മർദ്ദനമേറ്റത്.
UDFന്റെ പ്രതിഷേധ പരിപാടിക്കായി തൂക്കുപാലത്ത് സ്റ്റേജ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ഓട്ടോറിക്ഷ ഡ്രൈവറെ CPM പ്രവർത്തകർ മർദ്ദിച്ചതായി ആരോപണം. തൂക്കുപാലം കണ്ണന്താനം ഷാജിക്കാണ് മർദ്ദനമേറ്റത്. ഇയാൾ കോൺഗ്രസ് പ്രവർത്തകനാണ്. തൂക്കുപാലം അർപ്പണ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇദ്ദേഹം. ഇന്ന് രാവിലെയാണ് സംഭവം. ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ ഓട്ടോ ഡ്രൈവറാണ് ഷാജി. രാവിലെ സ്റ്റാൻഡിൽ വണ്ടി എത്തിച്ചപ്പോൾ CPM പ്രവർത്തകരായ 2 ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഷാജി പറഞ്ഞു. പരിപാടിയും കഴിഞ്ഞ് സ്റ്റേജും എല്ലാം പൊളിച്ചു പോയതിന് ശേഷം രാത്രിയിൽ ഇവർ ആലോചിച്ച് ഇതിന് നേതൃത്വം കൊടുത്തത് ഞാനാണ് എന്നുള്ള രീതിയിൽ എന്നോട് രാത്രി സംസാരിച്ച് ഞാൻ വീട്ടിൽ പോയി. രാവിലെ ഞാൻ വാഹനമായിട്ട് സ്റ്റാൻഡിൽ ഓടാൻ വന്നു. സ്റ്റാൻഡിൽ കയറ്റിയിട്ടു. ഒരുത്തനെ വന്നിച്ച് നീയാണോടാ ഇന്നലെ ഇവിടെ സ്റ്റാൻഡിന് സ്ഥലം കൊടുക്കാൻ പറഞ്ഞതെന്ന് കഴുത്തിന് പിടിച്ച് തള്ളിയിട്ട് എൻ്റെ വാഹനത്തിൽ നിന്ന് എന്നെ പിടിച്ചിറക്കി. സർക്കാരിന്റെ 1ാം വാർഷിക ദിനത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് UDFന്റെ പ്രതിഷേധ പരിപാടികൾക്കായി സ്റ്റേജ് നിർമ്മിച്ചിരുന്നു. ഓട്ടോ സ്റ്റാൻഡായ ഇവിടെ സ്റ്റേജ് നിർമ്മിച്ചത് ഷാജി പറഞ്ഞതനുസരിച്ചാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. കഴുത്തിനും മുഖത്തും ഇയാൾക്ക് പരിക്കുണ്ട്. നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇനിയൊരു ഇടവേള. ഹൈറേഞ്ച് മേഖലയിൽ വിശ്വസ്തയുടെ 25 വർഷം പൂർത്തിയാക്കുന്ന വൈറ്റ് മാർട്ട് കൊച്ചുപുരയ്ക്കൽ ഏജൻസീസ് അവതരിപ്പിക്കുന്നു നിങ്ങൾക്കായി മഹാലാഭത്തിന്റെ മഹോത്സവം. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, മൈക്രോവേവ് ഓവൻ, മ്യൂസിക് സിസ്റ്റം, വാക്വം ക്ലീനർ, എയർ കണ്ടീഷണർ തുടങ്ങിയ എല്ലാത്തരം അപ്ലയൻസസും ഏറ്റവും വിലക്കുറവിൽ. കൂടാതെ ഈസി ഫിനാൻസ്, ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ്, ലോ EMI, സുതാര്യമായ വ്യവസ്ഥകൾ, ഏറ്റവും എളുപ്പം തവണകളിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്ലയൻസസ് സ്വന്തമാക്കാം. വൈറ്റ് മാർട്ട് കൊച്ചുപുരയ്ക്കൽ ഏജൻസീസ്, എടശ്ശേരി ജംഗ്ഷൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കട്ടപ്പന. മീഡിയ രംഗത്ത് നിരവധി അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടെ ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ കോഴ്സ് പഠിക്കുവാൻ ഇതാ ഒരു സുവർണാവസരം. സിനിമ, സീരിയൽ, മാധ്യമ രംഗങ്ങളിലെ പ്രമുഖർ ക്ലാസുകൾ നയിക്കുന്നു. ഡയറക്ഷൻ, ക്യാമറ, എഡിറ്റിംഗ്, ആക്ടിംഗ് തുടങ്ങിയ 10 മേഖലകളിൽ പ്രൊഫഷണൽസ് ആകാം. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ലിമിറ്റഡ് സീറ്റ്സ് ഓൺലി. സ്വപ്നം കാണുന്നവന്റെയല്ല, സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നവന്റെയാണ് മീഡിയ ലോകം. ബിൽഡ് യുവർ ഫ്യൂച്ചർ. റെഡ് ഐ സ്കൂൾ ഓഫ് മീഡിയ, കട്ടപ്പന. ഉപ്പൻമാക്കൽ കാർഷിക നഴ്സറി, മേലച്ചിന. അത്യുൽപാദന ശേഷിയുള്ള കരിമുണ്ട, നീലമുണ്ടി, പന്നിയൂർ വൺ കൊടുത്തൈകൾ, ഹൈബ്രിഡ് കൊക്കോ തൈകൾ, നാടൻ ജാതിയിൽ ബഡ് ചെയ്ത ജാതി തൈകളും, തെങ്ങ്, മാവ് മുതലായ ഫലവൃക്ഷ തൈകളും മിതമായ നിരക്കിൽ ലഭ്യമാകുന്ന ഹൈറേഞ്ചിലെ ഏക സ്ഥാപനം ഉപ്പൻമാക്കൽ കാർഷിക നഴ്സറി, മേലച്ചിനാർ. ക്യാപിറ്റൽ ടയർ പ്ലാസ, ഇടുക്കി റോഡ്, കട്ടപ്പന. ക്യാപിറ്റൽ ടയർ പ്ലാസയുടെ നവീകരിച്ച വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. 3D വീൽ അലൈൻമെന്റിന്റെ കൃത്യതയ്ക്ക് ഇടുക്കി ജില്ലയിൽ ആദ്യമായി USA ടെക്നോളജി 4 ക്യാമറ മെഷീൻ, ആധുനിക ടയർ ചേഞ്ചർ, പൂർണ്ണമായും എയർ വലിച്ചു കളഞ്ഞ് റീഫിൽ ചെയ്യുന്ന അത്യാധുനിക നൈട്രജൻ മെഷീൻ, മോഡേൺ അലോയ് വീൽസ്, എല്ലാ കമ്പനികളുടെയും ടയറുകൾ ഡിസ്കൗണ്ട് വിലയിൽ, പുകപരിശോധനാ കേന്ദ്രം, വിദഗ്ധ പരിശീലനം നേടിയ ടെക്നീഷ്യന്മാർ, 2 വീലർ ടയറുകൾ. ക്യാപിറ്റൽ ടയർ പ്ലാസ, ഇടുക്കി റോഡ്, കട്ടപ്പന. ഇന്നു ഞാൻ ഓർക്കുന്നു ബാല്യകൗമാര വനാന്തര സുകൃതികൾ. അമ്മതന്നകിളിൽ അമൃതം നുണഞ്ഞതും നടക്കാൻ പഠിച്ചതും, യാത്ര പോയതും ജലസ്രോതസ്സു തേടി പിന്നെ അമ്മയോടൊത്ത് നീരാടി തുടിച്ചതും. കിർലോസ്കർ പമ്പ്സ്, ലോകം സാക്ഷ്യപ്പെടുത്തിയ ഗുണമേന്മ. കിർലോസ്കർ, കാലം തെളിയിച്ച വിശ്വാസം. അംഗീകൃത വിതരണക്കാർ GNS ഇലക്ട്രിക്കൽ സർവീസസ്, കട്ടപ്പന, നെടുങ്കണ്ടം. പെട്രോൾ ഫാഷൻസിൽ സമ്മർ കളക്ഷൻസ്, പൊന്നോമനകൾക്കായി ട്രെൻഡി കളക്ഷൻസുമായി കിഡ്സ് വെയർ. സ്ത്രീ ഹൃദയങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് നിറപ്പകിട്ടേകുവാൻ ലേഡീസ് വെയർ. പുതുപുത്തൻ ട്രെൻഡുകളുമായി മെൻസ് വെയർ. ലേഡീസ് സെക്ഷനിൽ എല്ലാ വസ്ത്രങ്ങൾക്കും 20% ഡിസ്കൗണ്ട്. വേഗമാകട്ടെ, ഈ ഓഫർ മെയ് 6-ാം തീയതി വരെ മാത്രം. പെട്രോൾ ഫാഷൻസ്, പള്ളിക്കവല, കട്ടപ്പന. It's a beautiful day, hey, hey. I'm gonna make most of Jaguar, Parryware, Bathix, Sanitary Wear and Bath Fittings, Supreme Piping Solution, Water Tech Taps, Diamond, Frankie,
മെട്രോ തുടങ്ങിയ ബ്രാൻഡുകളുടെ കിച്ചൺ സിങ്കുകൾ, വൈക്കിംഗ്, എംബ്ര, CP ഫിറ്റിംഗ്സ്. Make your home as your dream. കൊല്ലംകുടിയിൽ ഏജൻസീസ്, കട്ടപ്പന. കണ്ടില്ലേ, രോഹിണി കാലിത്തീറ്റയുടെ ഗുണം ഇപ്പൊ മനസ്സിലായില്ലേ? ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. രോഹിണി കാലിത്തീറ്റ കൊടുത്തു തുടങ്ങിയത് മുതൽ ആ വ്യത്യാസം കണ്ടു തുടങ്ങി. അധികം പാല്, അധികം ലാഭം, കന്നുകാലികൾക്ക് ആരോഗ്യം. രോഹിണി കാലിത്തീറ്റ. കർഷകർക്കൊരു സന്തോഷ വാർത്ത. കേരളത്തിൽ ആദ്യമായി മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകർക്കായി ഒരു സമ്പൂർണ്ണ ജൈവവളം ജീവൻ പ്ലസ്. 12 തരം പിണ്ണാക്കുകളും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾ വേസ്റ്റും പുകയില വേസ്റ്റും പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും മറ്റ് സൂക്ഷ്മ മൂലകങ്ങളും ചേർന്ന ഒരു സമ്പൂർണ്ണ ജൈവവളം. വേരുചീയൽ, തട്ടുമറിച്ചിൽ, അഴുകൽ രോഗങ്ങളിൽ നിന്നും ഏലച്ചെടിയെ സംരക്ഷിക്കുന്നതിന് ജുവൻ പ്ലസ് വണ്ടർ കേക്കുകൾ. ഇത് ഉപയോഗിക്കുമ്പോൾ ചെടിയുടെ രോഗപ്രതിരോധ ശേഷി 10 മടങ്ങായി വർദ്ധിക്കുന്നു. അപ്ലൈഡ് ഫോർ IMO സർട്ടിഫിക്കറ്റ് and ISO 9001-2008 certified products. Western Agro Trading Company, Srinima Building, Kumali. വാർത്തകൾ തുടരുന്നു. വിളവെടുപ്പ് നിലച്ചു. ഹോർട്ടികോർപ്പിന്റെ പ്രവർത്തനം അവതാളത്തിൽ. സംസ്ഥാനത്തെ ശീതകാല പച്ചക്കറികളുടെ കലവറയായ വട്ടവടിയിലും കാന്തല്ലൂരിലും വിളവെടുപ്പ് നിലച്ചതാണ് മൂന്നാറിലെ ഹോർട്ടികോർപ്പിന്റെ പ്രവർത്തനം അവതാളത്തിലാകാൻ കാരണം. സംസ്ഥാനത്തിന്റെ പച്ചക്കറി കലവറയായ വട്ടവടിയിലും കാന്തല്ലൂരിലും വിളവെടുപ്പ് നിലച്ചതാണ് മൂന്നാറിലെ ഹോർട്ടികോർപ്പിന്റെ പ്രവർത്തനം അവതാളത്തിലാകുവാൻ കാരണം. കർഷകർ നൽകുന്ന പച്ചക്കറികൾക്ക് കൃത്യമായി പണം നൽകിയാണ് അധികൃതർ പച്ചക്കറി വാങ്ങുന്നത്. കഴിഞ്ഞ സീസണിൽ മാത്രം 1700 ടൺ പച്ചക്കറികൾ ഇവിടുത്തെ കർഷകരിൽ നിന്നും 2.5 കോടി രൂപ പ്രതിഫലം നൽകി അധികൃതർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചിരുന്നു. വർഷത്തിൽ 3 സീസണിലാണ് വിളവെടുപ്പ് പ്രധാനമായും നടത്തുന്നത്. ക്യാരറ്റ്, ക്യാബേജ്, ഉരുളക്കിഴങ്ങ് എന്നിവയാണ് കൃഷിയിൽ ഏറെയും. വെളുത്തുള്ളിയും ബീൻസും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും അധിക വില നൽകി വാങ്ങുന്നതിന് ഹോർട്ടികോർപ്പിന് ആകുന്നില്ല. ജൈവവളം ഉപയോഗിച്ചുള്ള പച്ചക്കറി ഉൽപ്പാദിക്കുകയും കേരളത്തിൽ എല്ലാ സ്ഥലത്തും വേണ്ടത്ര പച്ചക്കറി കിട്ടാനുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചത് കഴിഞ്ഞ UDF സർക്കാർ. ഈ LDF സർക്കാർ വന്നതിന് ശേഷം ഇവിടെ വെറും 6.5 ലക്ഷം രൂപ മാത്രമാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ ബാക്കി തുകയായി 6.5 ലക്ഷം രൂപ ബോണസായിട്ട് നൽകിയതല്ലാതെ ഒരു നയ പൈസ ഈ വട്ടവടയും കാന്തല്ലൂരിലേക്കും കർഷക മേഖലയ്ക്ക് പഴം പച്ചക്കറിക്ക് വേണ്ടി ഈ സർക്കാർ ഉപയോഗിച്ചിട്ടില്ല. കാന്തല്ലൂരിലും ഇഷ്ടം പോലെ പഴം പച്ചക്കറി ജൈവവളം ഉപയോഗിച്ച് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് മൊത്തം എടുക്കാനുള്ള പദ്ധതി ഇവിടെ ഉണ്ടായിരിക്കെ ഇവിടുത്തെ കർഷകരെ ഈ സർക്കാർ ദുരവഹിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാർച്ച് അവസാനത്തോടെയാണ് വിളവെടുപ്പ് നിലച്ചത്. നിലവിൽ മൂന്നാറിലെ ഹോർട്ടികോർപ്പ് കെട്ടിടം സ്ട്രോബറി യൂണിറ്റായാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഇവിടങ്ങളിൽ കൃഷിയിറക്കാൻ അധികൃതർ വിമുഖത കാട്ടുകയാണ്. 1.5 ഏക്കർ ഭൂമിയാണ് മൂന്നാറിലെ ഹോർട്ടികോർപ്പിന്റെ കീഴിലുള്ളത്. സീസൺ മാറുന്നതനുസരിച്ച് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നതിന് നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിലും ഭൂമികൾ ഇപ്പോൾ കാടുകയറി നശിക്കുകയാണ്. CSDSന്റെ വളർച്ച കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രയാസമുണ്ടാക്കുന്നതായി CSDS സംസ്ഥാന പ്രസിഡന്റ് K. സുരേഷ്. പല രാഷ്ട്രീയ പാർട്ടികളുടെയും ശ്രദ്ധാകേന്ദ്രമാകാൻ സംഘടനയ്ക്ക് കഴിഞ്ഞതായും K. സുരേഷ് കുമ്മളിയിൽ നടക്കുന്ന സംസ്ഥാന നേതൃത്വ പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ SNDP പോലെ തന്നെ NSSന്റെ പ്രവർത്തനം പോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, CSDSന്റെ വളർച്ച കേരളത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നു. നമ്മൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ള സംഘടനയല്ല. ഏതെങ്കിലും സമുദായത്തെ വളർത്തുന്നതിനോ ഏതെങ്കിലും സമുദായത്തെ ഇല്ലാതാക്കുന്നതിനോ നമ്മുടെ പ്രസ്ഥാനം ഉപകരിക്കുന്നില്ല. തികച്ചും നമ്മുടെ ആളുകളുടെ വിമോചനമാണ്, ദളിതരുടെ വിമോചനമാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ദളിത് സംഘടനകളിൽ ഏറ്റവും ശക്തമായ പ്രസ്ഥാനമാണ് ചേരമ സാംബവ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന CSDS. പരിവർത്തിത ദളിത് ക്രൈസ്തവരിൽ 95% CSDS അംഗങ്ങളാണെന്ന് നേതാക്കൾ അവകാശപ്പെട്ടു. 27-ാം തീയതി വരെയാണ് കുമളി ഹോളിഡേ ഹോമിൽ സംസ്ഥാന നേതൃത്വ പഠന ക്യാമ്പ് നടക്കുന്നതും. രാവിലെ 10 മണിയോടെ ക്യാമ്പിനോടനുബന്ധിച്ച് കുമളിയിൽ പതാക ഉയർത്തി.
ഇതേ തുടർന്ന് പൊതുസമ്മേളനം ആരംഭിക്കുകയും ചെയ്തു. 3 ദിവസമായി നടക്കുന്ന ക്യാമ്പിൽ നിയമ പഠനക്കളരി, കുടുംബ ബജറ്റ്, വ്യക്തിത്വ വികസനം എന്ന വിഷയങ്ങളാണ് സെമിനാറുകൾ നടക്കുക. ഇതിനു പുറമെ ദളിത് പ്രശ്നങ്ങൾ, സംഭരണം, സംസ്ഥാന രാഷ്ട്രീയത്തിൽ CSDSന്റെ പ്രസക്തി എന്നീ വിഷയങ്ങളിലും ക്യാമ്പിൽ ചർച്ചകൾ നടക്കും. അംബേദ്കർ സ്വത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ദളിത് ചിന്തകൻ സണ്ണി എം കവിക്കാട്ട് പ്രബന്ധം അവതരിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MS സജൻ, ട്രഷറർ P ജയൻ എന്നിവരും യോഗത്തിന് ആശംസകൾ നേർന്നു. ഇടുക്കി വിഷൻ, കുമളി. വേനൽച്ചൂടും പെരുമഴയും വകവയ്ക്കാതെ തുച്ഛമായ വേതനത്തിനു വേണ്ടി ജീവിതം ഹോമിക്കുകയാണ് പോസ്റ്റൽ വകുപ്പിലെ എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ. തപാൽ വകുപ്പിലെ സുപ്രധാന കണ്ണികളായവരെ ഗവൺമെന്റും കൈവിടിയുകയാണ്. ചെമ്പകപ്പാറ ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. വിദൂരങ്ങളിലുള്ള ബന്ധുജനങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ വിശേഷങ്ങളടങ്ങുന്ന കത്തുമായി വല്ലപ്പോഴും പടികടന്നെത്തുന്ന പോസ്റ്റുമാനെ ആരാധനയോടെ വീക്ഷിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. പിൽക്കാലത്ത് 1876 ടെലഫോണിന്റെ കടന്നുവരവോടെ ഈ കാഴ്ചപ്പാടിന് മേൽത്തട്ടുകാരുടെ ഇടയിൽ വ്യതിചലനമുണ്ടായെങ്കിലും ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ അപ്പോഴും തപാലുമായി കടന്നുവരുന്നവരെ ആദരവോടെ കണ്ടു. സ്നേഹവും സങ്കടങ്ങളും വീട്ടിലെയും നാട്ടിലെയും വിശേഷങ്ങളും എന്തിനേറെ പ്രണയം പോലും പങ്കുവയ്ക്കപ്പെട്ടിരുന്നത് കത്തിലൂടെയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തെല്ലും അതിശയോക്തി ഉണ്ടാവില്ല. കത്തുകളുമായി ബന്ധപ്പെട്ട് ചില സമുദായങ്ങളിൽ കത്തുപാട്ടുകൾ പോലും രൂപപ്പെട്ടു. ടെലഫോൺ സംവിധാനം സർവ്വസാധാരണമായപ്പോൾ പോലും പിടിച്ചുനിന്ന തപാൽ കത്തുകൾ മൊബൈൽ ഫോണിൻ്റെ വിപ്ലവാത്മകമായ കടന്നുവരവോടെ പൂർണ്ണമായും തകർന്നു. തപാൽ ആപ്പീസിനെയും പോസ്റ്റുമാനെയുമെല്ലാം നെഞ്ചിലേറ്റിയ ജനത മൊബൈൽ ഫോണുമായി പരക്കം പായുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത്. ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും അത്യന്താധുനിക ദൃശ്യചാലക സംവിധാനങ്ങളും സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും പോസ്റ്റ്മാൻമാർക്ക് വിശ്രമമില്ല. കത്തുകളുടെ സ്ഥാനം ബാങ്കുകളുടെയും മറ്റ് പണമിടപാട് സ്ഥാപനങ്ങളുടെയും നോട്ടീസുകളും മാസികകളും കൈയടക്കിയെന്ന് മാത്രം. വെയിലും മഴയും വകവയ്ക്കാതെ തോളിൽ കനം തൂങ്ങുന്ന ബാഗുമായി നടന്നു നീങ്ങുന്ന എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻറ്റ് പോസ്റ്റ്മാൻമാരെ ആരും ശ്രദ്ധിക്കാറില്ല. തപാൽ വകുപ്പിലെ എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാർ ഇപ്പോഴും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ അവഗണിത വർഗം തന്നെയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ജോലി സ്ഥിരതയും മാന്യമായ ശമ്പളവും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ആശ്രിത നിയമനവും ഇവർക്ക് നിഷിദ്ധമാണ്. തൊഴിലുറപ്പിന് നൽകുന്ന വേതനം പോലും ഇവർക്ക് ലഭിക്കുന്നില്ലെന്നുള്ളത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് തപാൽ ഉരുപ്പടികൾ വീടുകളിൽ എത്തിച്ചു നൽകുന്ന പോസ്റ്റ്മാൻമാരാണ്. നാമമാത്രമായ ശമ്പളത്തിനു വേണ്ടി നിത്യേന അനേക ശതം കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന ഇവരുടെ ദുരിതം കാണുവാൻ ആരുമില്ല. പെൻഷൻ പണവും രജിസ്റ്ററുകളും പാഴ്സലുകളുമെല്ലാം കൃത്യതയോടെ യഥാർത്ഥ ഉടമയുടെ പക്കലെത്തിക്കുന്ന ഇവരുടെ സേവനത്തിന് കേന്ദ്ര സർക്കാർ മൂല്യം കൽപ്പിക്കുന്നില്ലെന്നുള്ളത് തികച്ചും ലജ്ജാകരമായ വസ്തുതയാണ്. എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാർക്ക് മാന്യമായ വേതനവും ജോലി സ്ഥിരതയും പെൻഷനും നൽകുവാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ഗവൺമെന്റ് ഭാഗത്തു നിന്നും കൃത്യമായി ഇതിനെക്കുറിച്ച് പഠിക്കുകയും അവരുടെ യാതനകൾ, കഷ്ടപ്പാടുകൾ തിരിച്ചറിയുകയും അവർക്ക് അർഹമായ പരിഗണന നൽകുകയും ചെയ്യുന്ന ഒരു സാധാരണ തത്വത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വേനൽച്ചൂട് വർദ്ധിച്ചതോടെ വെളിയിലുള്ള ജോലികൾ ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ നിർത്തിവെച്ച് സൂര്യാഘാതത്തിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ സൗമനസ്യം കാട്ടിയ സർക്കാർ പക്ഷേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഈ കൂലിച്ചുമട്ട് തൊഴിലാളികളെ കണ്ടില്ല. തുച്ഛമായ വേതനത്തിനു വേണ്ടി പണിയെടുക്കുന്ന പോസ്റ്റൽ വകുപ്പിലെ എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാർക്കും കുടുംബവും ആശ്രിതരുമുണ്ടെന്ന് മനഃപൂർവ്വം മറക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ഇവരുടെ നേർക്ക് എന്നാണ് കണ്ണു തുറക്കുക? KS മധു, ഇടുക്കി വിഷൻ ന്യൂസ്, ചെമ്പകപ്പാറ. കടുത്ത ജലക്ഷാമം നേരിടുമ്പോൾ മൂന്നാർ മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം പെരുവഴിയിൽ പാഴാകുന്നു. കുടിവെള്ള വിതരണത്തിനായി സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്താത്തതാണ് പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകാൻ കാരണം. കുടിവെള്ളത്തിനായി പ്രദേശവാസികൾ കുടവുമായി കിലോമീറ്ററുകൾ താണ്ടുമ്പോഴാണ് മൂന്നാർ ടൌണിലും പരിസരത്തും പൈപ്പുകൾ പൊട്ടിയൊലിച്ച് കുടിവെള്ളം പാഴാകുന്നത്. മൂന്നാർ സൈലന്റ് വാലി റോഡിൽ മാത്രം 2 ഇടത്താണ് പൈപ്പുകൾ പൊട്ടിയൊലിക്കുന്നത്. പാതയോരത്ത് കുടിവെള്ളം പാഴാകുന്നത് സംബന്ധിച്ച് നാട്ടുകാർ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. இப்போ உள்ள நிலைமைக்கு பார்த்தீங்கன்னா மூணாரில் குடிக்கிறதுக்கு தண்ணி இல்லை. ரொம்ப கம்ப்ளைண்ட் பண்ணி யாருமே ஒரு ரெஸ்பான்ஸ் கிடையாது. தண்ணி இந்த பைப்பு உடஞ்சி போயிட்டு இருக்கு. பைப்பு உடஞ்சி போயிட்டு இருக்கு. கம்ப்ளைண்ட் பண்ணி யார் நடவடிக்கை எடுக்க மாட்டேங்கிறாங்க. മൂന്നാർ ടൌണിലെ വ്യാപാര സ്ഥാപനങ്ങൾ, കോട്ടേജുകൾ, ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നത് വാട്ടർ അതോറിറ്റിയാണ്. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചിരിക്കുന്ന പൈപ്പുകൾ തുരുമ്പെടുത്ത് നശിക്കുന്നതാണ് കുടിവെള്ളം പാഴാകുവാൻ കാരണമെന്നാണ് ജീവനക്കാർ പറയുന്നത്. പൈപ്പുകൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് പ്രത്യേക ഫണ്ടുകൾ സർക്കാർ വാട്ടർ അതോറിറ്റികൾക്ക് നൽകുന്നുണ്ടെങ്കിലും പണം തിരിമറി നടത്തുന്നതായി ആക്ഷേപവും ഉണ്ട്.
കാട്ടാന ആക്രമണത്തിൽ പ്ലാക്കത്തടം മേഖലയിലെ ആദിവാസികൾക്ക് കിടപ്പാടം നഷ്ടമായിട്ടും പുനരധിവസിപ്പിക്കാൻ കഴിയാതെ പീരുമേട് ഗ്രാമപഞ്ചായത്ത്. സർക്കാരിന്റെ ഉപയോഗശൂന്യമായ കെട്ടിടത്തിലാണ് ആദിവാസി കുടുംബങ്ങൾ അന്തിയുറങ്ങുന്നത്. സുരക്ഷിതമായ പാർപ്പിടം നൽകണമെന്ന ആദിവാസികളുടെ ആവശ്യത്തിന്മേൽ നടപടിയില്ല. ഒരു മാസം മുമ്പാണ് പീരുമേട്ടിലെ പ്ലാക്കത്തോട്ടമല മേഖലയിൽ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ആദിവാസികളുടെ വീടും നഷ്ടമായി. ഇതിനെ തുടർന്ന് പഞ്ചായത്തിലെത്തി പരാതിപ്പെട്ടപ്പോൾ പീരുമേട്ടിലെ തോട്ടപ്പുര ഭാഗത്ത് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഉപയോഗശൂന്യമായ കെട്ടിടം താൽക്കാലിക താമസത്തിനായി നൽകി. എന്നാൽ ഈ കെട്ടിടമാകട്ടെ തറയും ചുമരുമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഉപയോഗശൂന്യമായതും. കാട്ടാനശല്യം രൂക്ഷമായ മേഖലയിൽ ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണമെന്ന ആവശ്യവുമായി ആദിവാസികൾ നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. എന്നാൽ യാതൊരു സുരക്ഷയും ഒരുക്കുന്നതിനോ അനുയോജ്യമായ വാസസ്ഥലം നൽകുന്നതിനോ പഞ്ചായത്തിനോ മറ്റ് അധികാരികൾക്കോ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അകത്ത് ചെറിയ വീടുണ്ടായിരുന്നു ഗവൺമെന്റിൽ നിന്ന്. അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. ആന കയറി ചവിട്ടി പൊളിച്ച് കളഞ്ഞത്. 2 തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കളഞ്ഞ ആന. ഇതിനിടെ താൽക്കാലികമായി നൽകിയ താമസ സ്ഥലത്ത് നിന്നും പഞ്ചായത്ത് ഇവരെ ഇറക്കിയും വിട്ടു. പിന്നീട് വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതോടെ ഇതേ കെട്ടിടത്തിൽ തന്നെ താമസിക്കുകയുമായിരുന്നു. സംരക്ഷണം ആവശ്യപ്പെട്ട് പീരുമേട് ഗ്രാമപഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെയും ഫലമുണ്ടായിട്ടില്ല. ആദിവാസികളുടെ പുനരധിവാസത്തിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കും സംസ്ഥാന തലത്തിൽ വിവിധ വികസന ഫണ്ടുകൾ നിലനിൽക്കുമ്പോഴാണ് ഈ ആദിവാസി കുടുംബങ്ങൾ ആർക്കും മുമ്പിൽ കൈനീട്ടണമെന്നറിയാതെ നിൽക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ. ജലനിധി പദ്ധതിക്കായി പൈപ്പുകൾ മണ്ണിലാഴ്ത്തിയതോടെ കലുങ്ക് അപകടാവസ്ഥയിൽ. മാങ്കുളം സെല്യാമ്പാറ റോഡിലാണ് ഏതു നിമിഷവും നിലംപൊത്താവുന്ന വൻ കലുങ്ക് സ്ഥിതി ചെയ്യുന്നത്. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലാണ് അപകടാവസ്ഥയിലായ കലുങ്ക് സ്ഥിതി ചെയ്യുന്നത്. ജലനിധി പദ്ധതിക്കായുള്ള പൈപ്പുകൾ പാകുന്നതിനു വേണ്ടി കുത്തിപ്പൊളിച്ചതാണ് കലുങ്കിന്റെ അപകടാവസ്ഥയ്ക്ക് പ്രധാന കാരണം. ഏതാണ്ട് 40 വർഷം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം പാച്ച് വർക്ക് നടത്തിയതല്ലാതെ ഇപ്പോൾ ഇത് കോൺട്രാക്റ്റ് ആയിട്ടുണ്ട്. ഈ കലുങ്ക് റോഡ് പണിയുന്നതിന് അനുബന്ധമായിട്ട് ഈ കലുങ്ക് അത്യാവശ്യമായിട്ട് പണിയണം. അത് ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കൊണ്ടാണ് ഈ പരിപാടി നടക്കാതിരിക്കുന്നത്. ഇതൊക്കെ കോൺട്രാക്റ്റായി കഴിഞ്ഞ സാധനമാണ്. ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ ഒഴിവാക്കിക്കൊണ്ട് ഇത് എത്രയും വേഗം അടിയന്തരമായിട്ട് ഈ കലുങ്കും ഇനി ഈ 20 ലക്ഷം രൂപ ഇതിന് അനുവദിച്ചിട്ടുണ്ട്. ഈ പണി നടത്തിയില്ലെങ്കിൽ ഞങ്ങൾ മറ്റ് സമര പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുള്ള ആക്ഷൻ കമ്മിറ്റിയും എല്ലാം തീരുമാനിച്ച് വെച്ചേക്കുകയാണ്. കലുങ്കിന്റെ കോൺക്രീറ്റ് പാളി ഇളകി ദ്രവിച്ച നിലയിലാണ്. സംരക്ഷണ ഭിത്തിയും തകർന്നിട്ടുണ്ട്. കൂടാതെ കമ്പികൾ വളഞ്ഞ് പാലം താഴേക്ക് ഏതു നിമിഷവും പതിക്കാവുന്ന അവസ്ഥയിലാണ്. ജീപ്പുകൾ കടന്നുവരുന്ന റോഡിലെ കലുങ്ക് നിർമ്മാണത്തിനായി 5 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും നിർമ്മാണ നടപടികൾ വൈകുന്നത് അപകട സാധ്യതയെയും വർദ്ധിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ എത്രയും വേഗം കലുങ്ക് പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇനി ഇന്നത്തെ കമ്പോള വില നിലവാരം. സ്വർണം വെള്ളി നിരക്കുകളിലേക്ക്. പ്രധാന വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതി പാളി. ഇടുക്കിയിൽ മാത്രം 100 കണക്കിന് കുടുംബങ്ങളിൽ ഇനിയും വൈദ്യുതി എത്തിയിട്ടില്ല. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ 1 വർഷം പിന്നിടുമ്പോൾ കേരള ജനത വറചട്ടിയിൽ വീണ അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നതെന്ന് മുൻ MLA അഡ്വക്കേറ്റ് EM അഗസ്തി. റേഷൻ കടയിൽ നിന്നും അനധികൃതമായി കടത്താൻ ശ്രമിച്ച റേഷനരി വണ്ടിപ്പെരിയാറിൽ പിടികൂടി. 48 ചാക്ക് റേഷനരിയാണ് പിടികൂടിയിരിക്കുന്നത്. കല്ലാർ പാലം 30-ാം തീയതി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവിശേഷം കാണാം. നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈനിങ്ങിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs.